ചെറിയ ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങൾക്ക് എന്നും ആവശ്യക്കാരെ അറിയാം. എസ്പെഷ്യലി ആൾട്ടോ നിരത്തുകൾ ഒരുപാട് ആൾട്ടോ ഉണ്ടെങ്കിലും നമ്മൾ ഒരു വാഹനം നല്ലൊരു വാഹനം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. നമ്മളിതൊരു അടിപൊളി ഇന്റീരിയർ സീറ്റോറും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വന്നിട്ടുള്ള ഒരു ആൾട്ടോ 8 സ്റ്റോക്ക് വന്നിട്ട് ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം 2017 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL 18 കാലിക്കറ്റ് വടകര രജിസ്ട്രേഷനിൽ നിന്ന വാഹനമാണിത്. ഇന്ത്യൻ്റെ അതേപോലെ തന്നെ എക്സ്റ്റീരിയറും നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അധികം റീപെയിൻ്റ് വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പെട്രോൾ ഏകദേശം ഒരു 20 to 22 കിലോമീറ്റർ 21 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം താരതമ്യേന വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനം. അതുകൊണ്ടാണ് നിരത്തിൽ ഇത്രയും വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നതും നമുക്ക് എന്നും വാഹനത്തിന് ആവശ്യക്കാരും ഡിമാൻഡുള്ള ഒരു വാഹനം. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ലോസ് വരാതെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ആൾട്ടോ എന്നുള്ള വാഹനം. കാരണം കൊടുത്ത പ്രൈസ് തന്നെ, നമ്മൾ വാങ്ങിയ പ്രൈസ് തന്നെ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ മാരുതി ആൾട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വാഹനം 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പുതിയ ഇൻഷുറൻസോട് കൂടി 2,65,000 രൂപക്ക് ഓൾമോസ്റ്റ് 2,40 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനമാണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. നമ്മുടെ അടുത്ത വാഹനം ഈയിടെയായിട്ട് ലേഡീസിന്റെ മനസ്സിൽ ഇടം പിടിച്ചൊരു വാഹനമാണ് ബ്രിയോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷ്മദർശിനി എന്ന ഫിലിമിലൂടെ നെസ്രിയ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമായിരുന്നു. നെസ്രിയമ്മ ഗ്ലാസ് ഇടിച്ച് തകർക്കുന്ന സീനൊക്കെ ഈ ഒരു ബ്രിയോ എന്നുള്ള വാഹനം വെച്ചിട്ടായിരുന്നു. അപ്പോൾ 2015 മോഡൽ നിൽക്കുന്ന ഒരു ബ്രിയോ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് ഇന്ന് പുതുതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. എസ് എന്നുള്ള വേരിയൻ്റാണ്. എസ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വാഹനമാണ്. KL 05 കോട്ടയം രജിസ്ട്രേഷൻ എന്ന വാഹനം. എസ് എന്ന വേരിയൻ്റ് അതിന് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഏറ്റവും വലിയ വൈഡായിട്ട് നിൽക്കുന്ന റിയർ ഗ്ലാസ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിക്കിയുടെ ഡോറിന് പകരം നമുക്ക് ആ ഒരു ഗ്ലാസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പലർക്കും സംശയം ഉണ്ട് അതൊക്കെ എപ്പോഴും തട്ടിയും പുട്ടും ഒക്കെ ചെയ്യൂല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ, കാരണം ഇത്രയും ഹെവി ഒരു ഗ്ലാസ് കൊടുക്കുമ്പോൾ കമ്പനി അതിൻ്റേതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക. അപ്പോൾ ഒരിക്കലും ഇത് തട്ടും പുട്ടും അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവുന്നൊരു ടൈപ്പ് അല്ല. ഡാമേജ് ഏത് ഗ്ലാസ് ആയാലും ആവും. പക്ഷേ നമുക്ക് സാധാരണ ഇതിൽ ഇത്രയും വലിയൊരു ഗ്ലാസ് ആകുമ്പോൾ ഡാമേജ് ആവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ആ ഒരു ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ടൈൽ ലാമിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രിയോ എന്നും ജനങ്ങളുടെ മനസ്സിൽ ആക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം. മാത്രമല്ല നല്ല ഒരു യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയൊരു ഒതുങ്ങിയ പിന്നെ ഒരു വാഹനം കൂടിയാണ് ബ്രിയോ. 2015 മോഡൽ നിൽക്കുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ട് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 3,35,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി അതും പുതിയ ഇൻഷുറൻസ് അടക്കണം. ഇനി ചെറിയ ബഡ്ജറ്റ് വരുന്ന മറ്റൊരു ഫോർഡിൻ്റെ വാഹനമാണ് ഫോർഡ് ഫിഗോ. 2014 മോഡൽ ഡീസൽ എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം വെറും 1,15,000 രൂപക്ക്. ഡീസൽ ഒരു 20 to 21 കിലോമീറ്റർ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. അത്രയും 1,15 നെറ്റ് പ്രൈസാണ് വരുന്നത്. ഇനി വേറെ സ്റ്റോക്ക് കയറേണ്ട ഒരു ഡിസയർ, സെഡാൻ സെഗ്മെന്റിലെ ഡിസയർ 2018 മോഡൽ LX എന്ന് വരുന്ന വാഹനം. അലോയ്സും കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം. 4 ഡോർ പവറിൻ്റെ വന്നിട്ടുണ്ട്. LX ആണെങ്കിൽ പവറിൻ്റെ ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ 4 ഡോർ പവറിൻ്റെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി സുസുക്കിയുടെ ലോഗോ ഒക്കെ വരുന്ന ഒരു അലോയ്സ് ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെറും 50 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള വാഹനം. ജസ്റ്റ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഓൾമോസ്റ്റ് 5 ചില്ലറൊക്കെ അതിൻ്റെ പ്രൈസിംഗ് ആയിട്ട് വരുന്നത്. കറക്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ചെയ്തില്ല. ഇന്ന് വൈകുന്നേരത്തിൽ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. പുതിയ സ്റ്റോക്ക് വരുന്നതാണ്. ഇത്തരത്തിൽ 3-4 വാഹനങ്ങൾ നമുക്ക് പുതുതായിട്ട് സ്റ്റോക്ക് കയറുന്നുണ്ട്. ഒരു ആൾട്ടോ 800 ഉണ്ട്, ഒരു ബ്രിയോ ഉണ്ട്, ഫിഗോ ഉണ്ട്, അതേപോലെ സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഇനിയും അല്ലാതെ കുറേ ഇന്നോവകളൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറാണ്ട്. ഇന്നോവകളില്ലാന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നോവകളിൽ നിന്ന് 2 വാഹനങ്ങൾ ഇന്നോവ പുതിയ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് കയറാണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോഴത്തെ വാഹന വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.